അരവണ താരതമ്യേന വില കൂടിയ മത്സ്യമാണ്. ഒരു ചെറിയ മിസ്റ്റേക്ക് മതി ഫിഷ് കൊല്ലപ്പെടാം. ഒരു അണ്ടർ ഗ്രാവൽ ഫിൽറ്ററും സ്പോഞ്ച് ഫിൽറ്ററും വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ടാങ്കിൽ വെള്ളം മാറിയിട്ട് ഏകദേശം 1.5 വർഷത്തിന് താഴെ. നല്ല രീതിയിൽ ബാക്ടീരിയ കോളനൈസേഷൻ ഡെവലപ്പ് ചെയ്തെടുത്തത് കൊണ്ടാണ് ഈ ടാങ്കിൽ അമോണിയ ഷോക്ക് ഉണ്ടാവുകയോ അതുവഴി ഫിഷ് ചത്തുപോവുകയോ ചെയ്യാതിരുന്നത്. അരവണ ഫിഷിനെ വളർത്താൻ ഏറ്റവും യോജിച്ച ഈ ടാങ്കിന് 6 അടി നീളവും 2 അടി ഉയരവും 2 അടി വീതിയും അതുപോലെ തന്നെ 650 ലിറ്റർ വാട്ടർ കപ്പാസിറ്റിയും ഉണ്ട്. പക്ഷേ UG ഫിൽറ്റർ വെച്ചിരിക്കുന്ന ഒരു ടാങ്കിൽ 6 മാസത്തിലൊരിക്കൽ വാട്ടർ ചേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവയാണ് ടെമ്പററി അക്കോമഡേഷൻ, pH ടെമ്പറേച്ചർ ബാലൻസിങ് ആൻഡ് ഷിഫ്റ്റിംഗ് ദ ഫിഷ് വിത്തൗട്ട് ഇഞ്ചുറി. മത്സ്യത്തെ ടാങ്കിൽ നിർത്തിക്കൊണ്ട് 100% വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് നല്ലതല്ല. അതുകൊണ്ട് മത്സ്യത്തെ മാറ്റിയിടാൻ ഒരു ടെമ്പററി അക്കോമഡേഷൻ ആദ്യം തന്നെ റെഡിയാക്കണം. ഈ ടെമ്പററി അക്കോമഡേഷനിൽ മത്സ്യത്തിന് നിവർന്ന് കിടക്കാൻ പാകത്തിന് വലുപ്പമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ടെമ്പററി അക്കോമഡേഷനിൽ ഒരു ഫിൽറ്റർ കണക്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു എയറേറ്റർ കണക്ട് ചെയ്തുകൊണ്ടോ ആവശ്യത്തിന് എയർ സപ്ലൈ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. താരതമ്യേന വില കൂടിയ മത്സ്യമാണ് അരവണ. ഒരു ചെറിയ മിസ്റ്റേക്ക് മതി ഫിഷ് കൊല്ലപ്പെടാം. മത്സ്യത്തെ ടെമ്പററി അക്കോമഡേഷനിലേക്ക് മാറ്റുമ്പോൾ pHലും ടെമ്പറേച്ചറിലും വേരിയേഷൻ ഉണ്ടാകാൻ പാടില്ല. അതിനായി മത്സ്യം ഇപ്പോൾ കിടക്കുന്ന മെയിൻ ടാങ്കിലെയും ടെമ്പററി അക്കോമഡേഷനിലെയും വെള്ളത്തിന്റെ pHും ടെമ്പറേച്ചറും ഓൾമോസ്റ്റ് ഈക്വൽ ആണെന്ന് ആദ്യം തന്നെ ഉറപ്പുവരുത്തുക. ഈ 2 ടാങ്കുകളും ഒരേ മുറിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ 2 ടാങ്കുകളിലെയും ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. 2 ടാങ്കുകളിലെയും pH അറിയാനായിട്ട് ഒരു pH ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ pH റെഡ്യൂസറോ pH അപ്പോ ഉപയോഗിച്ചുകൊണ്ട് ടെമ്പററി അക്കോമഡേഷനിലെ pH ക്രമീകരിച്ച് 2 ടാങ്കുകളിലെയും pH ഓൾമോസ്റ്റ് ഈക്വൽ ആക്കാം. ടെമ്പററി ടാങ്കിൽ വാട്ടർ കണ്ടീഷണർ ഒഴിച്ച് വെള്ളത്തിലെ ക്ലോറിന്റെ അളവ് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ സ്ട്രെസ് റിലീഫിനുള്ള മരുന്ന് ആഡ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനി നമുക്ക് ഫിഷിനെ പിടിച്ചു മാറ്റാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് കൂടെ തന്നെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ എപ്പോഴൊക്കെ ഫിഷ് കീപ്പിങ്ങിനെ കുറിച്ചും അക്വേറിയം മെയിൻ്റനൻസിനെ കുറിച്ചും എനിക്കറിയുന്ന കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അരവണ ചാടുന്ന മത്സ്യമായതുകൊണ്ട് എല്ലാ അരവണ ടാങ്കിനും മുകളിലും ഒരു ടോപ്പ് ഉണ്ടായിരിക്കും. ടോപ്പ് മുഴുവനായി തുറന്നാൽ ഫിഷ് പുറത്തേക്ക് ചാടാനോ അതുവഴി ചതവുകൾ ഉണ്ടാവാനോ സാധ്യതയുള്ളത് കൊണ്ട് ടോപ്പിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം തുറന്നു വെക്കുക. ആ തുറന്നു വെച്ചിരിക്കുന്ന ഭാഗം നമ്മുടെ കൺട്രോളിലായിരിക്കണം. അതുവഴി ഫിഷ് പുറത്തു ചാടാതെ ശ്രദ്ധിക്കുകയും വേണം. നോർമലി ഫിഷിനെ പിടിക്കുന്ന ഒരു ഫിഷ് നെറ്റിന് പകരം ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചാൽ ഫിഷ് നെറ്റ് മത്സ്യത്തിന്റെ വായിലോ ഗിൽസിലോ ഉടക്കി ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാം. പ്ലാസ്റ്റിക് കവർ അക്വേറിയത്തിൽ ഇറക്കി അതിൽ വെള്ളം നിറച്ച് ഫിഷിനെ അതിൽ കയറ്റി വേണം ടെമ്പററി അക്കോമഡേഷനിലേക്ക് മാറ്റാം. അത്യാവശ്യം ബുദ്ധിയുള്ളൊരു ജീവി ആയതിനാൽ ഫിഷിനെ കവറിലേക്ക് കയറ്റുക അത്ര എളുപ്പമായിരിക്കില്ല. അരവണ കടിക്കുന്ന മീനാണ്. കടി കിട്ടിയാൽ എല്ല് മുറിയുന്ന വേദനയാണ്. എനിക്കിതുവരെ കടി കിട്ടിയിട്ടില്ല. കടി കിട്ടിയവരുടെ അനുഭവത്തിൽ നിന്നും പറഞ്ഞതാണ്. യാഥാർത്ഥ്യം എന്തെന്നാൽ 80% അരവണയും നമ്മളെ മനഃപൂർവ്വം കടിക്കില്ല. പക്ഷേ അക്വേറിയത്തിലേക്ക് പതുക്കെ വിരലുകൾ ഇട്ടാൽ കടി കിട്ടാം. കടിക്കുന്നതിനുള്ള കാരണം ഭൂരിഭാഗം ആളുകളും അരവണയ്ക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് ചെമ്മീനോ ഗോൾഡ് ഫിഷോ ആയിരിക്കും. ആ മത്സ്യത്തെ സംബന്ധിച്ചിടത്തോളം അക്വേറിയത്തിൽ വന്നു വീഴുന്ന ചെറിയ വസ്തുക്കളെല്ലാം അതിന്റെ സ്വാദിഷ്ടമായ ഫുഡാണ്. അങ്ങനെ ഇരിക്കെയാണ് നമ്മൾ അരവണ കടിക്കുമോ എന്ന ഭയം ഉള്ളിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും ആവശ്യത്തിനായി പതുക്കെ ടാങ്കിനുള്ളിലേക്ക് കൈയിടുന്നത്. പേടിയുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വലിച്ചെടുക്കാൻ തയ്യാറായി പതുക്കെയാണ് ടാങ്കിൽ കൈ മുക്കുന്നത് എന്നോർക്കണം. മത്സ്യത്തിന്റെ നോട്ടത്തിൽ ആദ്യം കാണുന്നത് ടാങ്കിലേക്ക് മുങ്ങി വരുന്ന 4 വിരലുകളായിരിക്കും. തനിക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്ന ഗോൾഡ് ഫിഷോ ചെമ്മീനോ ആണ് അത് എന്ന തെറ്റിദ്ധാരണയിൽ മത്സ്യം കടിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം അകത്താക്കാനായി പാഞ്ഞു വരും. ഈ സമയത്ത് കൈവലിച്ചില്ലെങ്കിൽ കടിയുറപ്പ്. മുന്നു പറഞ്ഞ അനുഭവസ്ഥരുടെ പട്ടികയിൽ നിങ്ങൾക്കും ചേരാം. പക്ഷേ കൈപ്പത്തി മുഴുവനായും പെട്ടെന്ന് ടാങ്കിൽ മുക്കിയാൽ ഫിഷ് അത് ഫുഡാണെന്ന് തെറ്റിദ്ധരിച്ച് കടിക്കില്ല. ഇത് കേട്ട് ആരും അരവണ ടാങ്കിൽ കൈയിട്ട് കടി വാങ്ങിക്കരുത്. ഓർക്കുക, കടി കിട്ടിയാൽ അസാമാന്യ വേദനയാണ്. ഫിഷിനെ പിടിച്ച് എത്രയും പെട്ടെന്ന് ടെമ്പററി അക്കോമഡേഷനിലേക്ക് മാറ്റുമ്പോൾ ആ ടാങ്ക് മൂടി വെക്കാൻ മറക്കരുത്. കാരണം അരവണ ചാടുന്ന മത്സ്യമാണ്.
അരവണയ്ക്ക് കൊടുക്കുന്ന പെല്ലറ്റ് ഫീഡിനെ കുറിച്ച് ഒരുപാട് ഡൗട്ടുകൾ ചോദിച്ചതുകൊണ്ട് ഫുഡിനെ കുറിച്ച് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ അരവണയ്ക്ക് ഫീഡ് ചെയ്യുന്നത് JBLന്റെ നോവോ ഡ്രാഗൺ എന്ന പെല്ലറ്റ് ഫീഡാണ്. ഇവിടെ കിടക്കുന്നത് മലേഷ്യൻ ഗോൾഡൻ ഹൈബാക്ക് അരവണയാണ്. ഇവിടെ വന്ന സമയത്ത് ആദ്യം പെല്ലറ്റ് ഫീഡ് ഒന്നും കഴിക്കുമായിരുന്നില്ല. കുറച്ച് സമയം എടുത്തുകൊണ്ടാണ് പെല്ലറ്റ് ഫീഡ് എടുക്കാൻ പഠിപ്പിച്ചത്. ചെറുതായി ഒന്ന് പറഞ്ഞുതരാം. ദിവസവും ഇവന് ഒരു പെല്ലറ്റ് ഇട്ട് കൊടുക്കുമായിരുന്നു. പെല്ലറ്റ് ഇവൻ കഴിച്ചിരുന്നില്ല. പെല്ലറ്റ് ഇട്ട് 3 മിനിറ്റിനുള്ളിൽ ഞാനത് കോരി കളയുമായിരുന്നു. ഈ പ്രോസസ്സ് ഏകദേശം 2 ആഴ്ചയോളം തുടർന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവൻ പെല്ലറ്റ് കടിച്ച് ചവച്ച് തുപ്പാൻ തുടങ്ങി. ബേസിക്കലി കോരി കളയാനായിട്ട് ഒന്നും കിട്ടുമായിരുന്നില്ല. ഒരു 3 ആഴ്ച ആകുന്നതോടടുത്ത് തന്നെ ഇവൻ പെല്ലറ്റ് ഫീഡ് എടുത്തു തുടങ്ങി. ആ സമയത്ത് സഡൻ ആയി ഈ ഫീഡിന്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ പാടില്ല. ആദ്യത്തെ ദിവസം 1 പെല്ലറ്റ്, രണ്ടാമത്തെ ദിവസം 2 പെല്ലറ്റ്, മൂന്നാമത്തെ ദിവസം 3 പെല്ലറ്റ് എന്ന കണക്കിൽ പതുക്കെ ഫുഡിന്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടുവന്നു. ഇവിടെ എത്തിയതിൽ നിന്നും ഇവന് ഏകദേശം 6 ഇഞ്ചോളം വലുപ്പം കൂടിയിട്ടുണ്ട്. അരവണ ഫിഷിനെ പെല്ലറ്റ് ചൂസ് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികൾ ചൂസ് ചെയ്യുക. ഞാനിവിടെ ട്രൈ ചെയ്ത 2 ബ്രാൻഡുകൾ JBLന്റെ നോവ ഡ്രാഗനും അസുവിന്റെ കാർണിവോറസ് ജംബയുമാണ്. ഇതിൽ തന്നെ ഇവന് ഏറ്റവും ഇഷ്ടമുള്ളത് JBLന്റെ നോവ ഡ്രാഗനാണ്. ഇനി നമുക്ക് ഈസിയായി വാട്ടർ ചേഞ്ച് ചെയ്യാം. ഇവിടെ വാട്ടർ ചേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്വേറിയത്തിലെ വെള്ളം മാറ്റി പുതിയ വെള്ളം നിറയ്ക്കുക എന്നല്ല, മറിച്ച് മാസങ്ങളായി അടിഞ്ഞുകൂടിയ നൈട്രേറ്റ് മുഴുവനായി റിമൂവ് ചെയ്യുക എന്നതാണ്. ടാങ്കിലെ വെള്ളം മുഴുവൻ സൈഫൺ ചെയ്ത് കളയുക. അതോടൊപ്പം തന്നെ ടാങ്കിനുള്ളിലെ കല്ലുകളും ഗ്രേവലുകളും മുഴുവൻ പുറത്തെടുത്ത് നന്നായി വാഷ് ചെയ്യുക. ഇതുപോലുള്ള അവസരങ്ങളിൽ ടാങ്ക് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ടാപ്പിനടുത്തേക്ക് എടുത്തുകൊണ്ട് പോയി അകവും പുറവും വൃത്തിയായി കഴുകാൻ ശ്രമിക്കരുത്. അക്വേറിയം ഇരിക്കുന്ന പൊസിഷനിൽ നിന്നും അത് മൂവ് ചെയ്യുന്നത് അക്വേറിയത്തിന്റെ ലൈഫിനെ വളരെയധികം ബാധിക്കും. അക്വേറിയം റീസെറ്റ് ചെയ്യുമ്പോൾ 4 കാര്യങ്ങൾ തീർച്ചയായിട്ടും ഓർക്കുക. നൈട്രിഫൈം ബാക്ടീരിയ, സ്ട്രെസ് റിലീഫിംഗ് മെഡിസിൻ, വാട്ടർ കണ്ടീഷണർ ആൻഡ് ടെമ്പറേച്ചർ pH ബാലൻസിങ്. ടാങ്കിന്റെ ബോട്ടം ലെയറിൽ നൈട്രിഫൈം ബാക്ടീരിയ ആഡ് ചെയ്യുക. ആ ബാക്ടീരിയ ആഡ് ചെയ്തിരുന്നത് കൊണ്ടാണ് 1.5 വർഷക്കാലം വാട്ടർ ചേഞ്ച് ചെയ്യാതെ ഈ അക്വേറിയം മെയിൻറ്റെയിൻ ചെയ്തത് എന്ന് മറക്കരുത്. വാട്ടർ കണ്ടീഷണർ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിലെ ക്ലോറിന്റെ അളവ് കുറയ്ക്കുക. ഷിഫ്റ്റിങ്ങിന്റെ സമയത്ത് ഫിഷിന് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹീലാവാനായി സ്ട്രെസ് റിലീഫ് മെഡിസിൻ ആഡ് ചെയ്യാൻ മറക്കാതിരിക്കുക. ടെമ്പറേച്ചറും pHഉം മുൻപ് പറഞ്ഞതുപോലെ തന്നെ ബാലൻസ് ചെയ്യുക. മത്സ്യം ഇപ്പോൾ കിടക്കുന്ന ടെമ്പററി ടാങ്കിന്റെയും മെയിൻ ടാങ്കിന്റെയും വാട്ടർ പാരാമീറ്റേഴ്സ് സെയിം ആണ്. ഫിൽട്ടർ ഓൺ ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഫിഷിനെ മെയിൻ ടാങ്കിലേക്ക് മാറ്റാം. ഫിഷിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതീവ ജാഗ്രതയോടുകൂടി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡ്രോപ്പ് ഐ എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, മറിച്ച് മ്യൂട്ടേഷൻ ആണ്. മത്സ്യത്തിന്റെ കണ്ണിന് മുകളിൽ അധികമായി ഫോം ചെയ്യുന്ന കൊഴുപ്പാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. മത്സ്യത്തിന്റെ കണ്ണ് പുറത്തേക്ക് അല്പം തുറച്ചു നിൽക്കുന്ന ഈ അവസ്ഥ അക്വേറിയത്തിലെ ചില സാഹചര്യങ്ങൾ മൂലം ഫോം ചെയ്യുന്നതാണ്. മത്സ്യത്തിന് ഒരു കണ്ണിൽ മാത്രമോ അല്ലെങ്കിൽ 2 കണ്ണുകളിലോ ഡ്രോപ്പ് ഐ ഉണ്ടാകാം. ഒരു കണ്ണിൽ മാത്രമാണ് ഡ്രോപ്പ് ഐ ഉണ്ടാകുന്നത് എങ്കിൽ അത് അക്വേറിയത്തിലെ വാട്ടർ ഫ്ലോ കാരണമാണ്. അക്വേറിയത്തിൽ ഒരു ബ്ലോവറോ ഒരു ഫിൽറ്ററോ വെച്ചുകൊണ്ട് ഒരു വശത്ത് നിന്നും മറ്റേ വശത്തേക്ക് മാത്രം നല്ല ഒഴുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ മത്സ്യത്തിന് ഒരു വശത്ത് നിന്നും മറ്റേ വശത്തേക്ക് മാത്രം നീന്തുന്ന സമയത്ത് കുറച്ച് കൂടുതൽ സ്ട്രെങ്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇത് ഡ്രോപ്പ് ഐക്ക് കാരണമാകുന്നു. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വലത്തെ കൈവിരലുകളും ഇടത്തെ കൈവിരലുകളും താരതമ്യം ചെയ്യുക. നമ്മളൊരു റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ നമ്മുടെ വലത്തെ കൈകളിലെ വിരലുകൾക്ക് ഇടത്തെ കൈകളിലെ വിരലുകളേക്കാൾ അല്പം വലുപ്പ വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു കണ്ണിൽ മാത്രമുണ്ടാകുന്ന ഡ്രോപ്പ് ഐ ഒഴിവാക്കുന്നതിനായി എയ്തർ അക്വേറിയത്തിന്റെ 2 വശങ്ങളിലും ബ്ലോവറോ ഫിൽറ്ററോ വെച്ച് ഒഴുക്ക് ഒരുപോലെയാക്കുക, അല്ലെങ്കിൽ ഫ്ലോ കുറഞ്ഞ ഒരു ഫിൽറ്റർ അല്ലെങ്കിൽ ബ്ലോവർ അക്വേറിയത്തിന്റെ ബോട്ടത്തിൽ വെച്ച് കൊടുക്കുക. ഇനി 2 കണ്ണുകളിലും ഡ്രോപ്പ് ഐ വരുന്നതിന് കാരണം മത്സ്യം സ്ഥിരമായി അക്വേറിയത്തിന്റെ ബോട്ടത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ബോട്ടത്തിൽ ഓടി നടക്കുന്ന ലൈഫ് ഫുഡ് കാരണമാണ് മത്സ്യം എപ്പോഴും അക്വേറിയത്തിന്റെ ബോട്ടത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു പോണ്ടിൽ കിടക്കുന്ന അരവണയ്ക്ക് ഡ്രോപ്പ് ഐ ഉണ്ടായിരിക്കില്ല. കാരണം അത് ഫുഡിനായി എപ്പോഴും വാട്ടർ സർഫേസിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു അക്വേറിയത്തിൽ കിടക്കുന്ന അരവണയ്ക്ക് നമ്മൾ ലൈവ് ഫീഡ് ഇട്ട് കൊടുക്കുമ്പോൾ അത് എപ്പോഴും ബോട്ടത്തിൽ ഓടി നടക്കും. ബോട്ടത്തിൽ ഫുഡ് ഉണ്ട് എന്നുള്ള ധാരണയിൽ ബോട്ടത്തിലേക്ക് നോക്കാനുള്ള ടെംപ്റ്റേഷൻ എപ്പോഴും മത്സ്യത്തിനുണ്ടായിരിക്കും. ഇത് 2 കണ്ണുകളിലും ഡ്രോപ്പ് ഐ ഉണ്ടാകുന്നതിന് കാരണമാകും. ഈ അവസരത്തിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് പെല്ലറ്റ് ഫീഡാണ്. അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വെറ്റിനറിയന്റെ സാന്നിധ്യത്തിൽ സർജറി ചെയ്തും ഇത് നീക്കാവുന്നതാണ്. ഇന്നത്തെ അരവണ വാട്ടർ ചേഞ്ചും വിശേഷങ്ങളും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോയോടുകൂടി വീണ്ടും കാണാം. അതുവരെ ബൈ.